നമസ്കാരം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ സ്വന്തം ആനവണ്ടിയെക്കുറിച്ചാണ്. ഒരു പ്രസ്ഥാനം പടുത്തുയർത്താൻ വർഷങ്ങളുടെ കഠിനാധ്വാനം വേണം, പക്ഷേ അത് തകർക്കാൻ നിമിഷങ്ങൾ മതി. രാഷ്ട്രീയ ലാഭത്തിനോ താൽക്കാലിക നേട്ടങ്ങൾക്കോ വേണ്ടി എടുത്തുചാടി തീരുമാനങ്ങൾ എടുത്ത് നശിപ്പിക്കേണ്ട ഒന്നല്ല നമ്മുടെ പൊതുഗതാഗത സംവിധാനം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് തീർച്ചയായും വലിയൊരു കാര്യമാണ്. ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ 2000 അല്ലെങ്കിൽ 3000 രൂപ ലാഭിക്കാൻ കഴിയുന്നത് ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ചെറിയൊരു ആശ്വാസമല്ല നൽകുന്നത്. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും കുറഞ്ഞ വരുമാനക്കാർക്കും ഇത് വലിയൊരു കൈത്താങ്ങാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ഈ സഹായം നൽകുമ്പോൾ KSRTC എന്ന വലിയൊരു പ്രസ്ഥാനം തന്നെ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന കാര്യം. നമുക്ക് കണക്കുകളിലേക്കൊന്ന് നോക്കാം. നിലവിൽ പ്രതിദിനം 9 കോടി രൂപയോളം വരുമാനമുള്ള KSRTC ഇപ്പോഴും ഗവൺമെന്റ് സപ്പോർട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കാരിൽ പകുതി പേർ സ്ത്രീകളാണെന്ന് കണക്കാക്കിയാൽ പോലും സൗജന്യ യാത്ര വരുമ്പോൾ ഏകദേശം 4.5 കോടി രൂപയുടെ വരുമാന ഇടിവ് ദിവസവും സംഭവിക്കും. അതായത് മാസം 135 കോടിയും വർഷത്തിലേതാണ്ട് 1500 കോടിയിലധികം രൂപയും അധിക ബാധ്യതയായി വരും. ഈ പണം എവിടെ നിന്ന് കണ്ടെത്തും? ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടന്നിട്ടുണ്ടോ എന്നത് ഗൗരവകരമായ ചോദ്യമാണ്. വരുമാനം കൂട്ടാൻ ഇപ്പോഴത്തെ സർക്കാർ പുതിയ വഴികൾ ആലോചിക്കേണ്ടതുണ്ട്. നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന് കൃത്യമായി പഠിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിർബന്ധിത ട്രാവൽ കാർഡ്. ഫാസ്ടാഗ് പോലെ KSRTC യാത്രക്കാർക്കെല്ലാം ഒരു ട്രാവൽ കാർഡ് നിർബന്ധമാക്കുക. ഈ കാർഡിൽ മിനിമം 500 രൂപ റീചാർജ് നിശ്ചയിച്ചാൽ ലക്ഷക്കണക്കിന് യാത്രക്കാരിൽ നിന്ന് പലിശരഹിതമായ ഒരു വലിയ തുക സർക്കാരിന് കൈവശം ലഭിക്കും. ഇത് KSRTCയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള വർക്കിംഗ് ക്യാപിറ്റലായി ഉപയോഗിക്കാം. സ്ത്രീകൾക്കായി പ്രത്യേക കാർഡുകൾ നൽകുന്നതിലൂടെ എത്ര പേർ യാത്ര ചെയ്യുന്നു, എത്ര തുക സബ്സിഡി നൽകേണ്ടി വരും എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ഡേറ്റ ലഭിക്കും. ഇതുകൊണ്ട് മാത്രം KSRTC രക്ഷപ്പെടുമെന്നല്ല, പക്ഷേ ഇത്തരം പുതിയ ആശയങ്ങൾ പരീക്ഷിച്ച് ഒരു പിടിച്ചുനിൽപ്പിന് ശ്രമിക്കുകയെങ്കിലും വേണം. ഇനി പരസ്യ വരുമാനം നോക്കാം. സ്മാർട്ട് അഡ്വർടൈസിംഗ്, പ്രയോറിറ്റി ബേസ്ഡ് ജിയോ ഫെൻസിംഗ്. KSRTCയുടെ ഡിജിറ്റൽ വരുമാന സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രയോറിറ്റി ബേസ്ഡ് അഡ്വർടൈസിംഗ്. ഇത് വെറുതെ സ്ക്രീനിൽ പരസ്യം കാണിക്കുന്ന ഒരു പരിപാടിയല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. ബസ്സുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ജിയോ ഫെൻസിംഗ് വഴി ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള പരസ്യങ്ങളെ ഒരേ സമയം നിയന്ത്രിക്കാൻ സാധിക്കും. ഒന്ന്, കോർപ്പറേറ്റ് പ്രയോറിറ്റി പരസ്യങ്ങൾ, പ്രീമിയം സ്ലോട്ട്സ്. ഇന്റർനാഷണൽ ബ്രാൻഡുകൾ അല്ലെങ്കിൽ വലിയ നാഷണൽ കമ്പനികൾ നൽകുന്ന പരസ്യങ്ങൾ ബസ്സിന്റെ യാത്രയിലുടനീളം ഒരു ചെറിയ ഇടവേളയിൽ, അതായത് ഇന്റർവെല്ലിൽ കൃത്യമായി പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ബസ് എവിടെയാണെങ്കിലും ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കും. ഇത് KSRTCക്ക് വലിയൊരു സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നു. 2, ലോക്കൽ ലൊക്കേഷൻ പരസ്യങ്ങൾ, ജിയോ ടാർഗറ്റഡ് സ്ലോട്ട്സ്. ഇവിടെയാണ് ജിയോ ഫെൻസിംഗിന്റെ മാജിക് നടക്കുന്നത്. വലിയ പരസ്യങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പിൽ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന അതാത് ലോക്കൽ ഏരിയയിലെ പരസ്യങ്ങൾ ഇടയ്ക്കിടെ പ്ലേ ചെയ്യാം. ഉദാഹരണത്തിന്, ബസ് ഒരു പ്രത്യേക ടൗൺ ലിമിറ്റിൽ പ്രവേശിക്കുമ്പോൾ കോർപ്പറേറ്റ് ആഡുകൾക്കിടയിലുള്ള സമയത്ത് ആ ടൗണിലെ ലോക്കൽ ഷോപ്പുകളുടെ പരസ്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടും. ബസ് ആ ഏരിയ വിട്ടുകഴിഞ്ഞാൽ അടുത്ത ഏരിയയിലെ ലോക്കൽ പരസ്യങ്ങളിലേക്ക് സിസ്റ്റം തനിയെ മാറും. ഇത് നൽകുന്ന ഗുണങ്ങൾ: പരസ്യദാതാക്കൾക്ക്, വലിയ കമ്പനികൾക്ക് കേരളം മുഴുവൻ റീച്ച് കിട്ടുമ്പോൾ ചെറിയ കച്ചവടക്കാർക്ക് തങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക്, അതായത് തങ്ങളുടെ കടയുടെ മുന്നിലൂടെ പോകുന്ന യാത്രക്കാർക്ക് മാത്രം പരസ്യം നൽകിയാൽ മതി. യാത്രക്കാർക്ക് വിരസതയില്ലാതെ ഓരോ സ്ഥലത്തെയും പ്രത്യേകതകളും അവിടുത്തെ ഓഫറുകളും യാത്രക്കാർക്ക് തത്സമയം അറിയാൻ സാധിക്കും. KSRTCക്ക് ഒരേ സ്ക്രീനിൽ നിന്ന് ഒരേ സമയം വലിയ കമ്പനികളിൽ നിന്നും ചെറിയ കച്ചവടക്കാരിൽ നിന്നും വരുമാനം നേടാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ, ടെക്നോളജി ഉപയോഗിച്ച് പരസ്യങ്ങളെ പ്രയോറിറ്റി തിരിച്ച് നിയന്ത്രിച്ചാൽ ടിക്കറ്റ് വരുമാനത്തിലെ വിടവ് നികത്താൻ KSRTCക്ക് മറ്റൊരു സഹായവും തേടേണ്ടി വരില്ല. ആനവണ്ടി അതോടെ കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ നെറ്റ്വർക്കായി മാറും. പൊതുമുതൽ സംരക്ഷിക്കപ്പെടണം, അതോടൊപ്പം ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും വേണം. ഇവ രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നതിലാണ് ഭരണകൂടത്തിന്റെ വിജയം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ, അത് ട്രാവൽ കാർഡിന്റെ കാര്യമായാലും ജിയോ ഫെൻസിംഗ് അധിഷ്ഠിത ഡിജിറ്റൽ പരസ്യങ്ങളുടെ കാര്യമായാലും, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള സാധ്യതകളാണ്. KSRTC എന്ന പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആശയങ്ങൾ. എന്നിരുന്നാലും ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്.
ഈ നിർദ്ദേശങ്ങൾ എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളോ ഔദ്യോഗികമായ കണക്കുകളോ നിലവിലില്ല. ഇതൊരു ആശയപരമായ ചർച്ച മാത്രമാണ്. വിദഗ്ധമായ പഠനങ്ങൾക്കും പ്ലാനിങ്ങിനും ശേഷം മാത്രമേ ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ. KSRTCയെ സ്നേഹിക്കുന്ന മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ചർച്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.